ഹലോ ഫ്രണ്ട്സ്, വിവേകാണ്. ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ അല്ലു അർജുനെ കാണാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഫസ്റ്റ് ടൈമാണ് അത്രയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നത്. അപ്പോൾ പുഷ്പ 2ൻ്റെ പ്രൊമോഷനായിട്ട് അല്ലു അർജുൻ കൊച്ചി വരുന്നുണ്ട്. കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തി വെച്ചാണ് ഇവൻറ്റ് നടക്കുന്നത്. ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആണ്. ഏകദേശം രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഇവിടെ എത്തി. അപ്പോൾ 5 മണിക്കെന്നായിരുന്നു ഫംഗ്ഷൻ പറഞ്ഞിരുന്നത്. ബട്ട് അവർ പറഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്ത് അപ്പോൾ 6:30 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എൻട്രി എന്ന് വെച്ചാൽ ഗ്രാൻഡ് ഹയത്തിലായതുകൊണ്ട് നമുക്ക് കോമൺലി പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റത്തില്ല. പാസ്സുള്ളവർക്ക് മാത്രമാണ് കയറാൻ പറ്റുന്നത്. അപ്പം ഓൾറെഡി അല്ലു അർജുൻ, കേരളത്തിലെ അല്ലു അർജുൻ ഫാൻസ് എല്ലാം കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, ട്രിവാൻഡ്രം, മലപ്പുറം അവിടെ നിന്നുള്ള എല്ലാ അല്ലു അർജുൻ ഫാൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ബസ് പിടിച്ചൊക്കെ ആയിരുന്നു ഇവിടെ എത്തിയത്. അപ്പം ഭയങ്കര ക്രൗഡഡായി. ഏകദേശം ഒരു 4:30 ആയപ്പോഴത്തേന് ഇതിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസ് ഫുള്ളായിട്ട് ഫില്ലായതായിരുന്നു. അപ്പോൾ എല്ലാവരും അല്ലു അർജുനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഫൈനലി അല്ലു അർജുൻ എത്തിക്കഴിഞ്ഞു. അല്ലു അർജുനും ഉണ്ട്, അതുപോലെ തന്നെ രശ്മിക മന്ദാനയും ഉണ്ട്. ഇതാണ് ഈ വണ്ടിക്കകത്താണ് രശ്മിക മന്ദാന. ഇതിൻ്റെ പുറയിലായിട്ടാണ് അല്ലു അർജുൻ വരുന്നത്. സോ എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഇന്ന് കൊച്ചി വെച്ചാണ് അല്ലു അർജുന് കേരളത്തിൽ ഇത്രയും വലിയൊരു ഫാൻ ബേസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ജനങ്ങളുടെ ഒരു ഇടിച്ച് കയറ്റമായിരുന്നു അങ്ങോട്ട്. കാരണം അവിടെ നിൽക്കാൻ പോയിട്ട് അത്രയ്ക്ക് ക്രൗഡഡ് ആ ഒരു ടൈം ആയപ്പം തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അല്ലു അർജുന് ആ ഒരു സൺറൂഫ് ഓപ്പൺ ആക്കി അതുവഴി വന്നപ്പോൾ തന്നെ റോഡ് ഫുൾ കംപ്ലീറ്റ്ലി ബ്ലോക്കായി ജനങ്ങളെ കൊണ്ട്. കാരണം ബൗൺസേഴ്സിനെ കൊണ്ട് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ക്രൗഡഡ് ആണ്. സോ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അപ്പം ഇങ്ങോട്ടൊന്ന് നോക്കിയപ്പോൾ തന്നെ ഞാൻ ഹൈലി ത്രിൽഡായി. അങ്ങനെ പാസ്സുള്ളവരെ മാത്രമായിരുന്നു ഇതിനകത്തോട്ട് കയറ്റി. അപ്പം ഞാനും ആകാശവും കൂടെ അകത്ത് കയറി. അപ്പോൾ ആദ്യം നമുക്ക് നോർമൽ പാസ് ആയിരുന്നു കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ഓഡിയൻസിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു. എന്നാലും അവിടെ ഫുള്ളി റഷ് ആയിരുന്നു. VIP പാസ് ഉള്ളവർക്കായിരുന്നു ഫ്രണ്ടിൽ എൻട്രി ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ആങ്കറായിട്ട് വന്നു വെച്ചാൽ ആർക്കെയാണ്. ആർക്കെയായിട്ട് ഞാൻ ഓൾറെഡി പരിചയമുണ്ട്. ഞാൻ ഓൾറെഡി ആർക്കെയുടെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരൊരു ഗ്രാൻഡ് എൻട്രി തന്നെയായിരുന്നു ഇവിടെ ആ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷന് വേണ്ടി. ഇനോഗ്രേഷൻ അല്ല, ഒരു കേരളത്തിലെ ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്ക് വേണ്ടി തന്നത്. അങ്ങനെ ആദ്യം തന്നെ രശ്മിക മന്ദാന എത്തിക്കഴിഞ്ഞു. രണ്ടുപേരും ഒരുമിച്ചാണ് വന്നെങ്കിലും ബട്ട് രശ്മിക ആയിരുന്നു ആദ്യം വന്നത്. അതിന് ഫുൾ ക്രൗഡഡ് ആയിരുന്നു. ഞങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിലോട്ട് എത്താൻ പറ്റിയില്ല. അല്ലു അർജുൻ വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ആ ഒരു ഫ്രണ്ടിൽ പോയിട്ട് നേരിട്ടൊന്ന് തൊട്ടടുത്തൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള എൻട്രി ഭാഗത്ത് പോയി നിന്നു. അങ്ങനെ ആ ഒരു ടൈമിലായിരുന്നു അല്ലു അർജുൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോഴും ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു, കാരണം ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അത് ഓൾറെഡി ക്രൗഡഡ് എല്ലാം ഈ ഒരു ഹോളിനകത്ത് എല്ലാം സെറ്റാക്കി വെച്ചെന്ന് പറഞ്ഞാലും അല്ലു അർജുൻ അങ്ങോട്ട് എൻട്രി വരുന്ന സമയത്ത് തന്നെ അത്രയ്ക്ക് ക്രൗഡഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് അടുത്തോട്ട് പോകാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ഫ്രണ്ട് സൈഡിൽ പോയി ഒന്ന് കാണാൻ പറ്റി. லிரிக்ஸ் ஆனா 50 kg தாஜ்மஹல் உனக்கே உனக்கா, பைக்கில் வந்த பெண் கவிதை அவளா, இவங்க வந்து இப்போ நேஷனல் கிரஷ், டிசம்பர் 5th அப்புறம் இன்டர்நேஷனல் கிரஷ். லெட்ஸ் ரஷ் for the best speaker, Rashmika Mandanna. Audio visual, check it out, ladies and gentlemen. I will learn more Malayalam and come. Okay. Sorry, in English I feel very bad, but I do know
one thing. Chor kaicho? Chor kaicho? Thank you so much for all the love Allu Arjun sir was getting. I was mind blown. I was like, oh my god, this is really Allu Arjun. It is so special for someone who's traveling with sir to see all this love. I don't know if you can hear it clearly. Hello. Okay, ba? Sorry, I already took so much time, but I was just saying that when we landed in Kochi and I saw the love Allu Arjun absolutely blow my mind. And thank you so much for giving so much love to sir. He deserves all the love and more. You are army and I root for army. Allu Arjun sir, you're always Nasami. You're always going to be such a special person in my life. Thank you so much. And thank you so much for always taking such good care of me. You're too nice. Thank you. And Kochi, I love you. Thank you so much. And my promise is December 5th, when you watch Pushpa 2, I promise you that you're not going to be disappointed. I promise you, you're going to party in the theater, you're going to dance with us, you're going to be singing with us, you're going to be repeating our dialogues, you're going to be having mad fun. So I can't wait to see all the videos. I wish I come to Kochi. I wish I can come to Kochi and watch the movie with you. But I hope the time permits. But I love you. I can't wait for you all to watch the film on December 5th. And I love you so much. And thank you. Bye. We all would love if Sami song is being played over here. Just small moments at least. Okay, for you. Wow! Ladies and gentlemen, boys and girls, and Allu Arjun sir fans of all ages, Kerala is gonna witness the hurricane of a lifetime. Get ready for international brand. His name is, the international brand is, the wildfire is, Agat Global Icon Star, Allu Arjun, to Kochi, to Kerala. We welcome you, sir. Thank you, Malayali actress Safa. I actually miss seeing him today. I really wish we both were standing here today in Kerala together. I think that would have been an iconic thing. My brother, thank you.
We are home. This is your house. I wish we were here together. I wish you all the best. I'm telling you, to all the Keralites, Fafa has rocked the show in Pushpa 2. You guys will love it, and he will make every Keralite proud throughout the country. I'm telling you that. Mark my words. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം അല്ലു അർജുനെ തൊട്ടടുത്ത് കാണാൻ പറ്റി. സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ എനിക്ക് നിൽക്കാനും പറ്റി. അപ്പോൾ ഫോട്ടോസൊക്കെ ധാരാളം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ അടുത്ത് പോകാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു. പിന്നെ പെട്ടെന്ന് എനിക്ക് അല്ലു അർജുൻ്റെ ശബ്ദം കേട്ടപ്പോൾ, നമ്മൾ കോമൺലി അല്ലു അർജുൻ്റെ മലയാളം വേർഷൻ വോയിസ് കേൾക്കുമ്പം ആ ഒറിജിനൽ വോയിസുമായിട്ട് എനിക്ക് കുറച്ച് സിമിലാരിറ്റി ഡിഫറൻസ് ഉണ്ട്. അപ്പം ആ വോയിസ് കേട്ടപ്പം ഇത് അല്ലു അർജുനാണോ എന്ന് പറഞ്ഞൊരു ചിന്ത തോന്നി. ബട്ട് ഹീ ഈസ് അല്ലു അർജുൻ.